ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിയല്ലേ. നമുക്ക് LGS മാത്രമല്ല 10th ലെവൽ പ്രിലിംസിനും കൂടെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തു പോകുന്നത്. എല്ലാം തന്നെ അവയ്ക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻസിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDF-ഉം എല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം ആപ്പ് വഴിയായിരിക്കും. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റുമൊക്കെ കൃത്യമായിട്ട് അപ്പോൾ തന്നെ കിട്ടാനായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ടെലിഗ്രാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈകിക്കാതെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്തിലാണ്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകം ഏതാണ്? അത് തുംഗനാഥ് ആണ്. ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. തുംഗനാഥ്, ഉത്തരാഖണ്ഡ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ്. ബിമൽ ഹസ്മുഖ് പട്ടേൽ. ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി. ഓക്കെ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം 75 രൂപയുടേതാണ്. 75. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം 75 രൂപയുടേതാണ്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില ഇനം ഏതാണ്? അത് ഔത്തൂർ വെറ്റിലയാണ്. ഔത്തൂർ വെറ്റിലയാണ് 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില. GI ടാഗ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില ഔത്തൂർ വെറ്റിലയാണ്. റിവൈസ് ചെയ്യാം. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്തിലാണ്? അത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. തുംഗനാഥ് ഉത്തരാഖണ്ഡിലാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ്. ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 75 രൂപയുടേതാണ്. 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില ഇനമാണ് ഔത്തൂർ വെറ്റില. ഔത്തൂർ വെറ്റില. വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന non-AC ട്രെയിൻ സർവീസ് ഏതാണ്? അത് വന്ദേ സാധാരൺ ആണ്. സാധാരണക്കാർക്ക് വേണ്ടി വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന non-AC ട്രെയിൻ സർവീസ് ആണ് വന്ദേ സാധാരൺ. വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് വേണ്ടി കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന non-AC ട്രെയിൻ സർവീസ് ആണ് ഏതാണ്? വന്ദേ സാധാരൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ്
വിന്ധ്യഗിരി. വിന്ധ്യഗിരി. അവകാശികളില്ലാതെ 10 വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി RBI ആരംഭിച്ച പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി RBI ആരംഭിച്ച പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. ഇത് വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ഏത്? RBI. ആ ഒരു രീതിയിൽ ഈ ചോദ്യം വരാട്ടോ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. RBI ആരംഭിച്ചതാണ് ഉദ്ഗം പോർട്ടൽ എന്ന് ഓർക്കുക. റിവൈസ് ചെയ്യാം. വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ ഈസി ട്രെയിൻ സർവീസ് ഏതാണ്? വന്ദേ സാധാരൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി RBI ആരംഭിച്ച പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. അടുത്തത് 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം. 14ാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസ്, WSC എന്നാണ് പറയുന്നത് കേട്ടോ. WSC. ഓക്കെ. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരമാണ് മുംബൈ. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് അല്ലെങ്കിൽ വേൾഡ് സ്പൈസ് കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈ ആണ്. ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ദാൽ തടാകത്തിലാണ്. ശ്രീനഗറിലുള്ള ദാൽ തടാകത്തിലാണ് ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ദാൽ തടാകം, ശ്രീനഗറാണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണത്തിലാണ്. കുലശേഖരപട്ടണം തമിഴ്നാടാണ്. തമിഴ്നാട്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈ ആണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈ ആണ്. ആമസോൺ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ദാൽ തടാകത്തിലാണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. അടുത്തത് 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത്. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂരാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂരാണ്. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം. ബംഗളൂരു ആണ്. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ്
ബംഗളൂരു. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറം. ഓക്കെ. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പഥേർ പാഞ്ചാലി ആയിരുന്നു. പഥേർ പാഞ്ചാലി. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പഥേർ പാഞ്ചാലിയാണ്. പഥേർ പാഞ്ചാലി. ഓക്കെ. റിവൈസ് ചെയ്യാം. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് ആരാണ്? 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ്. നാഗ്പൂർ. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം ബംഗളൂരു. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാണ് പഥേർ പാഞ്ചാലി. പഥേർ പാഞ്ചാലി. അടുത്ത സെറ്റ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആണ് ചെന്നൈയിൽ ആരംഭിച്ചത്. ഡ്രോൺ പോലീസ് യൂണിറ്റ് ചെന്നൈയിലാണ് ആരംഭിച്ചത്. ആദ്യത്തേത്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ലഡാക്കിൽ. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ആണ് INS കിർപ്പൺ. INS കിർപ്പൺ. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ആണ് INS കിർപ്പൺ. INS കിർപ്പൺ. അപ്പം ഇന്ത്യ വിയറ്റ്നാം ആണ് എന്ന് ഓർക്കുക. INS കിർപ്പണുമായിട്ട് കണക്ട് ചെയ്യുക. ഇന്ത്യ വിയറ്റ്നാം INS കിർപ്പൺ. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂറത്താണ്. സൂറത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂറത്താണ്. സൂറത്ത്. ഓക്കെ. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ലഡാക്കിൽ. ലഡാക്ക്. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ആണ് ഏതാണ്? INS കിർപ്പൺ. INS കിർപ്പൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരമാണ് സൂറത്ത്. സൂറത്ത്. അടുത്തത്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായിട്ട് എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം. എന്തിനാണ് എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ? ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായിട്ട്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായിട്ട് എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായിട്ട് എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം ജില്ല. കേരളത്തിലെ കൊല്ലം ജില്ലയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ വേദിയായത്. 2023 ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. 2023 ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത്. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ വേദി കണ്ണൂർ ജില്ലയാണ്. റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം അത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ല.
2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. അടുത്തത്, ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി. ഓക്കെ. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ്. ഡൽഹി. രാജ്യത്തിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹി. ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. നമുക്ക് റിവൈസ് ചെയ്യാം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി രചിച്ചത്, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം ആണ്. അടുത്ത ചോദ്യം, കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. റേഡിയോ ശ്രീ. കുടുംബശ്രീ റേഡിയോ ശ്രീ. അപ്പൊ അത് കണക്ട് ചെയ്യാം. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. ഓക്കെ. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് പൊന്മുടിയിൽ വെച്ചാണ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലാണ് കേട്ടോ. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ പൊന്മുടിയിൽ വെച്ചാണ് നടന്നത്. പൊന്മുടി. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം. കേരളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയാണ് അനന്യ മലയാളം. അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതി അതേതാണ്? അനന്യ മലയാളം. അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയാണ് അനന്യ മലയാളം. റിവൈസ് ചെയ്യാം. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ഏതാണ്? കുടുംബശ്രീ റേഡിയോ ശ്രീ. റേഡിയോ ശ്രീ. റേഡിയോ ശ്രീ ആണ്. കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ ആണ്, ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലാണ്. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം. കേരളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? അത് അനന്യ മലയാളമാണ്. അനന്യ മലയാളം. അടുത്തത്, 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ്. 2023 ആഗോള ആയുർവേദ ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ്. മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ. മലബാറിലെയാണ് കേട്ടോ. മലബാറിലെ ആദ്യ
ഫിഷറീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരാണ്, പയ്യന്നൂർ. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം. കുമരകം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത് കേരളത്തിലെ കുമരകത്താണ്, കോട്ടയം ജില്ലയിലെ കുമരകം. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ്? വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് കേട്ടോ, മീനങ്ങാടി പഞ്ചായത്ത്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിനാണ് ഈ പഞ്ചായത്തിന് അവാർഡ് ലഭിച്ചത്. ആ അവാർഡിന്റെ പേരെന്താണ്? കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ്? അത് മീനങ്ങാടി പഞ്ചായത്താണ്, മീനങ്ങാടി. റിവൈസ് ചെയ്തിട്ട് വരാം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം. മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരാണ്, പയ്യന്നൂർ. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം, കുമരകം. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മീനങ്ങാടി പഞ്ചായത്ത്. മീനങ്ങാടി വയനാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ മലയാളിയാണ് അല്ലെ അദ്ദേഹം. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുമുകൾ. കലങ്ങുമുകൾ പുനലൂർ നഗരസഭയിലാണ്, പുനലൂർ നഗരസഭയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങുമുകളാണ്. കലങ്ങുമുകൾ പുനലൂർ നഗരസഭയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്, കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. സംസ്ഥാന കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര്. സംസ്ഥാന കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണല്ലോ, അപ്പൊ ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. കോർപ്പറേഷനുകളിൽ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. അപ്പോൾ റിവൈസ് ചെയ്യാം. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങുമുകളാണ്, കലങ്ങുമുകൾ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്, കേരളം. സംസ്ഥാന കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. സംസ്ഥാന കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. അടുത്തത്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. അത് കേരള സർവകലാശാലയാണ്. രക്തദാനത്തിനായിട്ട് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്. കവടിയാർ, തിരുവനന്തപുരത്താണ് കവടിയാർ വരുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്, കവടിയാർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും കവടിയാറിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ചാറ്റ് GPT ആണ് കേട്ടോ. ചാറ്റ് GPTയുടെ സ്രഷ്ടാവ് ആരാണ്?
സാം ഓൾട്ട്മാൻ ആണ്. സാം ഓൾട്ട്മാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ചാറ്റ് ജി ബി ടിയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ ആണ്. ചാറ്റ് ജി ബി ടി സാം ഓൾട്ട്മാൻ, ചാറ്റ് ജി ബി ടി സാം ഓൾട്ട്മാൻ, ജി ബി ടി ഓൾട്ട്മാൻ, സാം ഓൾട്ട്മാൻ. ഓക്കെ, അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. കേരള സർവകലാശാല. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്. കവടിയാർ. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ചാറ്റ് ജി ബി ടിയുടെ സൃഷ്ടാവാണ് സാം ഓൾട്ട്മാൻ. ചാറ്റ് ജി പി ടി സാം ഓൾട്ട്മാൻ. ഓക്കെ, അടുത്തത്. വി എസ് അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതമാസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. ഒരു സമര നൂറ്റാണ്ട്. വി എസ് അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതമാസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഒരു സമര നൂറ്റാണ്ട്. 100 അല്ലേ, അപ്പൊ നൂറ്റാണ്ട് എന്ന് കണക്ട് ചെയ്യാലോ. വി എസ് അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതമാസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഒരു സമര നൂറ്റാണ്ട്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. കെടാവിളക്ക്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. 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 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ്? പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ പാർക്ക്. കണ്ണൂർ ജില്ലയിലുള്ള വിസ്മയ പാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ പാർക്ക്. റിവൈസ് ചെയ്യാം. വി എസ് അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. ഒരു സമര നൂറ്റാണ്ട്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. കെടാവിളക്ക് പദ്ധതി. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ പാർക്ക്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ്? അത് വിസ്മയ പാർക്കാണ്. അടുത്തത്. അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. തിരികെ സ്കൂളിൽ. അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂൾ. വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ചാണ് കേട്ടോ ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. അടുത്തത്. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിക്കുമ്പോൾ സമൃദ്ധി ഉണ്ടാവുമല്ലോ. വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. പോഷക സമൃദ്ധി മിഷൻ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഇടുക്കി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇടുക്കി ജില്ല ഏറ്റവും വലിയ ജില്ലയാവുന്നതും പാലക്കാട് 2ാം സ്ഥാനത്തേക്ക് മാറുന്നതും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്.
രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം അതേതാണ്? കേരളമാണ്. അതിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് നമ്മുടെ കേരളമാണ്. ഒന്ന് റിവൈസ് ചെയ്യാം. വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFs എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.